കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഇപ്പം നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കണ്ടു, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ കണ്ടു. നെക്സ്റ്റ് സ്പെസിഫിക് സോഴ്സാണ് ഇക്വിറ്റി ഷെയർസ്. അപ്പം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ മറ്റേതിൽ നിന്നും വ്യത്യാസമാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇക്വിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നൊരു പ്രോബ്ലം, നമുക്കവിടെ ദർ ഈസ് നോ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. നമുക്ക് എത്രയാണ് ഡിവിഡൻഡ് എന്ന് ഫിക്സ്ഡ് ആയിട്ടൊരു ശതമാനം പറയുന്നില്ല. പക്ഷേ നമ്മൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തപ്പോൾ അതിനകത്തൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്ത ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും വ്യത്യാസമായിട്ട് വരുന്നത്, ഇവിടെ നമുക്കൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് എത്രയാണെന്ന് പറയാനായിട്ട് പറ്റുന്നില്ല. എന്നിരുന്നാലും നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഷെയർസ് ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ദേ വിൽ എക്സ്പെക്ട് സംതിങ് ആസ് റിട്ടേൺ. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾക്കൊരു 1,00,000 രൂപ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവർ ഡെപ്റ്റായിട്ടല്ല, കടമായിട്ടല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എത്ര ഇരുന്നാലും അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ പ്രോഫിറ്റിൻ്റെ ഒരു ഇത്ര ശതമാനം റിട്ടേൺ ആയിട്ട് പ്രതീക്ഷിക്കും ഓർ എക്സ്പെക്ട് ചെയ്യും. സോ അങ്ങനെ ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ആസ് റിട്ടേൺ ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ is the rate at which investors expect dividend, or it is the minimum rate of return that a firm must earn on the equity finance portion. അപ്പം ഇക്വിറ്റി ആയിട്ട് ഫിനാൻസ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്നും ഒരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് എ ഫേം മസ്റ്റ് ഫേം ഏൺ ചെയ്യേണ്ട ആ ഒരു മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി പോർഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ നിന്നും ഇക്വിറ്റി പോർഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ നിന്നും മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് എ ഫേം മസ്റ്റ് ഏൺ, അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് ഒരു 4 മെത്തേഡ്സ് ആണുള്ളത്. അതിൽ ആദ്യത്തേതാണ് ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച്, രണ്ടാമത് ഡിവിഡൻഡ് പ്രൈസ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്, പിന്നെ ഏർണിംഗ് പ്രൈസും, ലാസ്റ്റ് വൺ റിയലൈസ്ഡ് മെത്തേഡ്. ഓരോ മെത്തേഡിനും റിയലൈസ്ഡ് മെത്തേഡിന് മാത്രം, ഈ റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡിന് മാത്രം പ്രോബ്ലമോ ഇക്വേഷനോ ഇല്ല. ബാക്കി 3 മെത്തേഡ്സിനും ചെറിയ ചെറിയ പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ടുണ്ട്. ഇനി ആദ്യത്തെ മെത്തേഡ് ഡിവിഡൻഡ് പ്രൈസ് ഓഫ് ഓർ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്. ഇപ്പോൾ 2 പേരിൽ അറിയപ്പെടും, ഡിവിഡൻഡ് പ്രൈസ് എന്നും ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡും എന്നറിയപ്പെടുന്നുണ്ട്. ഡിവിഡൻഡ് പ്രൈസ് ഓർ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് പ്രകാരം നമുക്ക് വരുന്ന ഇക്വേഷനാണ് KE = D/NP. ഇവിടെ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് തന്നെ, പക്ഷേ ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് പെർ ഷെയർ. ഒരു ഷെയറിന് എത്രയാണ് ഡിവിഡൻഡ്, അതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുമ്പം നെറ്റ് പ്രൊസീഡ്സ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് പ്രീമിയം, ഡിസ്കൗണ്ട് ഓർ എക്സ്പെൻസസ്. അപ്പം നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ടോട്ടൽ വാല്യൂവിൽ നിന്നും ഡിസ്കൗണ്ട് കുറയ്ക്കുക, അല്ലെങ്കിൽ ടോട്ടൽ വാല്യൂ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത്, ആൻഡ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്തിരിക്കണം. ആൻഡ് KE = വേറൊരു ഇക്വേഷനാണ് ഇനിയും പറയുന്നത്. മാർക്കറ്റ് പ്രൈസാണ് തന്നിരിക്കുന്നതെങ്കിൽ KE = D/MP, മാർക്കറ്റ് പ്രൈസാണ് ഈ പറയുന്നത്. അപ്പം ഓർക്കുക, ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് പെർ ഷെയർ ആണ്. ഒരു ഷെയറിന് എത്രമാത്രമാണ് ഡിവിഡൻഡ്, അതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഇനിയും അതിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഡീറ്റെയിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. PQR ലിമിറ്റഡ് 2000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്. അപ്പം 2000 ഷെയർസ്, ഒരു ഷെയറിന് 10 rupees വെച്ചിട്ട്, ആൻഡ് എക്സ്പെക്ട്സ് ടു പേ ഡിവിഡൻഡ് ഓഫ് 12%. അപ്പം 12% ആണ് ഡിവിഡൻഡ് റേറ്റ് എന്ന് പറയുന്നത്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് 2% ഓഫ് ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ എത്രയാണ്? ₹10 ആണ് ഫേസ് വാല്യൂ, അതിൻ്റെ 2% ആണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കണം കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അറ്റ് പാർ, അറ്റ് പ്രീമിയം, അറ്റ് ഡിസ്കൗണ്ട്. അപ്പം 3 കേസസിലായിട്ടാണ് നമുക്ക് ഡിവിഡൻഡ് കണ്ടുപിടിക്കേണ്ടത്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് കേസ് തന്നെ നമുക്ക് ആദ്യം തന്നെ ഇക്വേഷൻ എഴുതാം. KP = D/NP. ആൻഡ് എപ്പോഴും ഓർക്കുക, നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലാണ്. സോ KP അല്ല,
KE എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. KP എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ ആയി പോകും. സോ ദർ ഇസ് എ ചേഞ്ച് KE. ആൻഡ് നമുക്കിപ്പം ഡിവിഡൻഡ് കണ്ടുപിടിക്കണം. ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമുക്ക് 2000 ഷെയർസ് ഉണ്ട്. ഒരു ഷെയറിന് 10 rupees ഈച്ച്. ആൻഡ് അതിൻ്റെ 12% ആണ് നമുക്ക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് സീറോസ് എല്ലാം ക്യാൻസൽ ചെയ്യാം. 12 into 2 24 വരും. അപ്പം 2400 ആണ് നമുക്ക് എത്രയെന്ന് പറയുന്നത് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ആൻഡ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? ടോട്ടൽ വാല്യൂ 2000 ഷെയർസ് into 100 which is equal to 20,000. പിന്നെ അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? മൈനസ് കോസ്റ്റ് ഓഫ് ഇഷ്യൂ അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എക്സ്പെൻസ് വന്നിരിക്കുന്നത് കുറയ്ക്കണം. അത് 2% ഓഫ് ഫേസ് വാല്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫേസ് വാല്യൂവിൻ്റെ 2% എന്ന് പറയുന്നത് 10ന്റെ 2%. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 10ന്റെ 2% എടുക്കാം, അല്ലെങ്കിൽ ഫേസ് വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ ടോട്ടൽ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 20,000. 20,000ന്റെ 2% എടുത്താലും മതി. ഇപ്പം 20,000ന്റെ ശതമാനം എന്ന് പറയുന്നത് 400 രൂപ. 20,000ൽ നിന്നും 400 രൂപ പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന എത്രയുണ്ട്? 19,600. സോ ഫസ്റ്റ് കേസ് അറ്റ് പാർ വാല്യൂ നമുക്ക് KE എന്ന് പറയുന്നത് ഡിവിഡൻഡ് എത്രയാണ്? 2,400 ഡിവൈഡഡ് ബൈ 19,600. ഇനി നമുക്ക് പെർസെൻറ്റേജിൽ എഴുതുന്നുണ്ട് ഇൻറ്റു 100 ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 24/196 ഇൻറ്റു 100 ചെയ്യുന്നതിന് നമുക്ക് 12.24% കിട്ടും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് കേസ് at premium of 10%. അപ്പം ഫേസ് വാല്യൂവിൽ നിന്നും 10 രൂപ കൂട്ടിയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നതിന് ഡിവിഡൻഡ് സെയിം തന്നെയാണ്. നെറ്റ് പ്രൊസീഡ്സിന് മാത്രമേ നമുക്ക് ചെറിയൊരു വ്യത്യാസം വരത്തുള്ളൂ. അപ്പം നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുമ്പോൾ അറ്റ് എ പ്രീമിയം ഓഫ് 10% എന്നല്ലേ. സോ 10 രൂപയുടെ 10% നമുക്ക് ഇൻക്രീസ് വന്നിരിക്കുന്നത്. അപ്പം ഇൻ ടോട്ടൽ 1 രൂപയുടെ ഇൻക്രീസാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം നേരത്തെ 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തത് ഇപ്പോൾ 1 രൂപയും കൂടെ കൂട്ടി 11 രൂപ എന്ന് പറയുന്നതാണ് ഇഷ്യൂ പ്രൈസ്. അപ്പം 2,000 ഷെയർസ് 11 rupeesന് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 22,000 വരും. 22,000 മാത്രമാണോ? 22,000ൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കണം? ഫ്ലോട്ടേഷൻ കോസ്റ്റായ 400 rupees കൂടെ കുറയ്ക്കണം. അപ്പം നമുക്ക് ഇൻ ടോട്ടൽ എത്ര വരും? 22,000 മൈനസ് 400 ചെയ്യുമ്പം 21,600 എന്ന് വരും. ഇനി നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2,400 ഡിവൈഡഡ് ബൈ 21,600 which is equal to 11.11% വരും. ഇൻറ്റു 100 കൂടെ ചെയ്യുക. അപ്പം 11.11% എന്ന് വരും. ഇനി തേർഡ് വൺ അറ്റ് ഡിസ്കൗണ്ട്. അപ്പം ഡിസ്കൗണ്ടിൻ്റെ 10% ഡിസ്കൗണ്ട് തന്നെയാണ്, നമുക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല. 10 രൂപയുടെ 10% ഡിസ്കൗണ്ട് വന്നത്. അപ്പോൾ 1 രൂപയുടെ ഡിസ്കൗണ്ടാണ്. അന്നേരം ഇപ്പോൾ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 രൂപയല്ല, നമ്മൾ 10ൽ നിന്നും 1 കളഞ്ഞ് 9 രൂപയ്ക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും കുറവല്ലേ. അപ്പം നമ്മൾ 9 രൂപയ്ക്കാണ് ഇപ്പം ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം നമ്മുടെ നെറ്റ് പ്രൊസീഡ്സും മാറും. 2000 ഷെയർ എന്ന് പറയുന്നത് ഇപ്പോൾ 9 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ 18,000. പിന്നെ അതിൽ നിന്ന് നമ്മൾ 400 ഫ്ലോട്ടേഷൻ കോസ്റ്റൂടെ കുറയ്ക്കണം. അപ്പം 17,600 ആണ് നമ്മളുടെ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2,400 ഡിവൈഡഡ് ബൈ 17,600 ഇൻറ്റു 100 ചെയ്യണം. നമുക്ക് ഫൈനലി 13.64% എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ ഡിവിഡൻഡ്
ഡിവിഡൻഡ് പ്രൈസ് ഓർ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡിൽ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ഡിവിഡൻഡും വേണം, നെറ്റ് പ്രൊസീഡ്സും വേണം. നെറ്റ് പ്രൊസീഡ്സ് ആഫ്റ്റർ അഡ്ജസ്റ്റഡ് പ്രൊസീഡ്സ് ആണ്. അതുപോലെ തന്നെ ഡിവിഡൻഡും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ ചെയ്യണം. രണ്ടാമത്തെ മെത്തേഡാണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡിൽ ഇപ്പം നമ്മളുടെ ഫേമിന് പ്രീവിയസ് ഇയറിനെക്കാട്ടിലും നെക്സ്റ്റ് ഇയറിൽ ഒരു ഫിക്സഡ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിൽ ഡിവിഡൻറ്റിന് ഒരു ഗ്രോത്ത് ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. സോ വെൻ ദ ഡിവിഡൻഡ് ഓഫ് ദി ഫേം ഇസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ്, വർഷാവർഷം ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിൽ ഡിവിഡൻറ്റിന് ഗ്രോത്ത് ഉണ്ട് എന്ന് അറിയുമ്പോൾ ആൻഡ് ദ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇസ് കോൺസ്റ്റൻറ്റ്, ആ ഒരു സാഹചര്യത്തിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഇയറിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതുണ്ട്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ഡിവിഡൻഡ് തരികയാണെങ്കിൽ, അപ്പം പ്രീവിയസ് ഇയറിൽ നിന്നും നെക്സ്റ്റ് ഇയർ കറണ്ട് ഇയറും നമുക്ക് ഡിവിഡൻഡ് തരികയാണെങ്കിൽ, പ്രീവിയസ് ഇയർ ഡിവിഡൻഡും തരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനാണ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഗ്രോത്ത് ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു ഗ്രോത്ത് റേറ്റ് ഒക്കെ ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. കോൺസ്റ്റൻറ്റ് റേറ്റിൽ ഡിവിഡൻഡിന് ഗ്രോത്ത് ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ബി യൂസിങ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് റേറ്റ്. സോ ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് റേറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന് മുന്നേ എൻ്റെ ഇക്വേഷൻ K ഈസ് ഈക്വൽ ടു D1/NP പ്ലസ് G. അപ്പം D1 ഡിവൈഡഡ് ബൈ D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് പെർ ഷെയർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിവിഡൻറ്റിനെയാണ് നമ്മൾ D1 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. NP ആസ് യൂഷ്വൽ നെറ്റ് പ്രൊസീഡ്സ് പെർ ഷെയർ ആണ്. നെറ്റ് പ്രൊസീഡ്സ് പെർ ഷെയർ പ്ലസ് ഗ്രോത്ത് റേറ്റ് എത്രയാണോ അതോടെ ആഡ് ഓൺ ചെയ്യുക. ഇനി D1ൻ്റെ ഇക്വേഷൻ നമ്മൾ വർഷാവസാനം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിവിഡൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ഡിവിഡൻഡ് ഇൻറ്റു 1 പ്ലസ് ഗ്രോത്ത് റേറ്റ്. അപ്പം പ്രീവിയസ് ഇയർ ഡിവിഡൻഡ് D0 എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ഡിവിഡൻഡിൻ്റെ കൂടെ 1 പ്ലസ് G അതിൻ്റെ ഗ്രോത്ത് റേറ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. D0 ഇൻറ്റു 1 പ്ലസ് G ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് D1 കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ വർഷത്തെ ഇത് കാണുന്നത്. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കുക. എ കമ്പനി പ്ലാൻസ് ടു ഇഷ്യൂ 10,000 ന്യൂ ഷെയർസ് ഓഫ് 100 ഈച്ച്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എക്സ്പെക്റ്റഡ് ടു ബി 4% ഓഫ് ഷെയർ പ്രൈസ്. ദ കമ്പനി പേസ് എ ഡിവിഡൻഡ് ഓഫ് 12 പെർ ഷെയർ. ഇവിടെ പെർസെൻറ്റേജ് അല്ല തന്നിരിക്കുന്നത്, ഡിവിഡൻഡ് കറക്റ്റായിട്ട് 12 rupees ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇനീഷ്യലി എ ഗ്രോത്ത് റേറ്റ് ഇൻ ഡിവിഡൻഡ് ഇസ് എക്സ്പെക്റ്റഡ് ടു ബി 5%. അപ്പം ഗ്രോത്ത് റേറ്റും തന്നിട്ടുണ്ട്. ആൻഡ് കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർസ്. രണ്ടാമത്തെ പാർട്ടാണ് ഇഫ് ദ കറന്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഇക്വിറ്റി ഷെയർ ഇസ് 120, കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ. എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ആദ്യത്തെ എ പാർട്ട് ചെയ്യാം. KE ഇസ് ഈക്വൽ ടു D/NP പ്ലസ് G. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ് D എത്രയാണ്? D12. NP നമുക്കറിയാം, അവർ പറയുന്നുണ്ട് ഫ്ലോട്ടേഷൻ കോസ്റ്റ് പറയുന്നുണ്ട്. സോ പെർ ഷെയർ ആണ് നെറ്റ് പ്രൊസീഡ്സ് ഇവിടെ എടുക്കുന്നത്. പെർ ഷെയർ ഒരു ഷെയറിന് 100 രൂപ. അതിൽ നിന്നും എന്ത് കുറയ്ക്കണം? ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കണം. ഫ്ലോട്ടേഷൻ കോസ്റ്റ് അവർ പറയുന്നു എക്സ്പെക്റ്റഡ് ടു ബി 4% ഓഫ് ഷെയർ പ്രൈസ്. ഷെയർ പ്രൈസ് ഒരെണ്ണത്തിൻ്റെ 100 രൂപ. അപ്പോൾ എത്ര വരും? 4 രൂപയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആ 4 രൂപ 100ൽ നിന്ന് കുറച്ച് കഴിയുന്നുണ്ട്. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 96 rupees നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് കിട്ടുക. ഇനി ഗ്രോത്ത് റേറ്റ് നമുക്കറിയാം 5%. നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിവിഡൻഡ് 12, നെറ്റ് പ്രൊസീഡ്സ് 96 പ്ലസ് 5%, 5/100. ആൻഡ് ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ 12/96 എന്ന് പറയുമ്പോൾ എത്ര വരും? 12/96 0.125 എന്ന് വരും. 0.125 പ്ലസ് 5/100 0.05 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു 0.125 പ്ലസ് 0.05 ചെയ്യുമ്പോൾ
0.175 ആൻഡ് ഇൻ പെർസെൻറ്റേജിൽ എഴുതുന്നതിന് എത്ര വരും? 0.175 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 17.5% എന്ന് വരും. ഇതാണ് ഫസ്റ്റ് പാർട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് MP മാർക്കറ്റ് പ്രൈസിനാണ് തന്നിരിക്കുന്നത്. അപ്പം ഇക്വേഷന് ചെറിയൊരു ചേഞ്ച് വരും. ഡി ബൈ നെറ്റ് പ്രൊസീഡ്സ് അല്ല അവിടെ വരുന്നത്, ഡി ബൈ MP മാർക്കറ്റ് പ്രൈസ് ആണ്. പിന്നെ ഗ്രോത്ത് റേറ്റ് അതേപോലെ തന്നെ ആഡ് ചെയ്യണം. അപ്പം മാർക്കറ്റ് പ്രൈസ് 120 ആണെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് 12 തന്നെ, മാർക്കറ്റ് പ്രൈസ് 120 പ്ലസ് 5/100 എന്ന് വരും. അപ്പം 12/120 ചെയ്യണം. 12/120 എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 0.1 പ്ലസ് 0.05 വിച്ച് ഇസ് ഈക്വൽ ടു 0.15 എന്ന് വരും. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്കതിനെ പെർസെൻറ്റേജിലേക്ക് എഴുതാം. അതായത് 15%. അതാണ് മാർക്കറ്റ് പ്രൈസിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. സോ ഇത് ഇത്രയുമേ ഉള്ളൂ. ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഡിവിഡൻഡ് ഈൽഡ് അല്ലെങ്കിൽ ഡിവിഡൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട്. അതിന് പറയുന്നതാണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്.